എൻ്റെ ചോദ്യമാണ്, ലോകത്തിൽ ഏറ്റവും വൃത്തിഹീനമായ രാജ്യം എന്ന് ആരോട് ചോദിച്ചാലും, ഇന്ത്യക്കാരോട് ചോദിച്ചാലും, അല്ലെങ്കിൽ ലോകത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്തവരും ചെയ്യാത്തവരും ഉണ്ട്. അതിനകത്തൊക്കെ പറയുന്നൊരു രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും വൃത്തിഹീനമായ രാജ്യം. രണ്ടാമത്തെ ചോദ്യമുണ്ട്, ഈ വൃത്തികേട് കൊണ്ട് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വന്ന് മരിക്കുന്ന ജനവിഭാഗമുള്ള രാജ്യം ഏതാണ്? അതും ഇന്ത്യയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായിട്ടൊരു വലിയ പ്രോജക്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്, സ്വച്ഛ് ഭാരത്. അതായത് ക്ലീൻ ഇന്ത്യ, ഡേർട്ടുകൾ മാറ്റുക, ടോയ്ലറ്റുകൾ പണിയുക. കാരണം നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്ത ഒരാളാണ് ഞാൻ, എൻ്റെ ജോലിപരമായ ആവശ്യത്തിന്. റോഡുകൾ മുഴുവനും, വില്ലേജുകളാണെങ്കിൽ എല്ലാ റോഡുകളിലാണ് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. അതുറപ്പായിട്ടും അതിന് മാറ്റമുണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുക, റോഡിലെല്ലായിടത്തും ഹൈവേ ആണെങ്കിലും, നാഷണൽ ഹൈവേ ആണെങ്കിലും, 6 ലൈൻ ഹൈവേ ആണെങ്കിലും, ഇനി വരാൻ പോകുന്ന എക്സ്പ്രസ് ഹൈവേ ആണെങ്കിലും, ഇവിടൊക്കെ പശുക്കൾ മുഖാന്തരം എത്രയോ ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ട് എത്രയോ പേര് മരിക്കുന്നു. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. ജനങ്ങൾ മരിക്കുന്നു, അസുഖങ്ങൾ വന്ന് മരിക്കുന്നു, കോവിഡ് വന്ന് ഇത്രയും ആൾക്കാർ കൊല്ലപ്പെടുന്നു. ഇതൊന്നും ഇന്ത്യയിൽ പ്രശ്നമല്ല. ഇന്ത്യയിലെ ജനസംഖ്യ കൂടുതലാണ്. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തോട് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്ത്യയിലെ കുട്ടികളും ആൾക്കാരും കമ്പ്യൂട്ടറിൻ്റെ മൗസ് അത് വെച്ചാണ് ഇന്നത്തെ ഗെയിം കളിക്കുന്നത്. പഴയ പോലെ പാമ്പിനെ വെച്ചല്ല ഗെയിം കളിക്കുന്നത്. അതായത് ഇന്ത്യ മാറുകയാണ്. ആ ഒരു സന്ദേശം 10-62 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ ഡെലിഗേറ്റ്സും നിരന്തരമായി പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ത്യയുടെ ഇമേജ് ഉയർന്നു, ഉറപ്പായിട്ട് ഉയർന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ എത്നിസിറ്റിയും ഇന്ത്യൻ മിത്തോളജിയൊക്കെ ചേർത്ത് വിശ്വഗുരു എന്ന സംഭവത്തിലോട്ട് ഇന്ത്യയിലുള്ള മീഡിയയും ചില ഗ്ലോബൽ മീഡിയയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കാനുണ്ടായ കാരണം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ത്യയുടെ വലിയ വലിപ്പം കണ്ടിട്ടും ഇന്ത്യയുടെ ഭയങ്കര എക്കോണമി കണ്ടിട്ടൊന്നുമല്ല. കാരണം ഹ്യൂജായിട്ടുള്ള ജനസംഖ്യയാണ് ഇന്ത്യയിൽ. ഇന്ത്യക്കാർ പൊതുവെ നല്ല ആൾക്കാരുമാണ്, വളരെ ടോളറൻസ് സ്വഭാവമുള്ളവരാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് വരുന്നൊരു സംഭവമുണ്ട്. അതായത് ഒരു ഇന്ത്യക്കാരൻ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒറീസയിൽ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ, അയാൾ ഇന്നോ ഇന്നലെയോ ഒന്നും കൺവേർട്ട് ആയതൊന്നുമല്ല. അയാളായിട്ട് ഏകദേശം 10-25 വർഷമായി. അയാൾ ഒരു ചെറിയ ചർച്ച നടത്തുന്നത് അയാളുടെ വീടുമായി ബന്ധപ്പെട്ട്. 10-20 പേരുണ്ട്. അവിടെ ഒരു 10-45 ബജരാങ് ദളുകാർ കയറി വരുന്നു. അയാളെ പിടിച്ചിറക്കുന്നു, ചെരുപ്പുമാല അണിയിക്കുന്നു. എന്നിട്ട് അയാളെ കൊണ്ടുപോയിട്ട് അയാൾക്ക് ചാണകം തീറ്റിക്കുന്നു. ഷെയിം, അവിശ്വസനീയം. എത്ര മലയാളികൾ എന്നെ ഇത് കേൾക്കുന്ന സംഘപരിവാറും BJP സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എത്ര പേർക്ക് ഇത് പിന്തുണയ്ക്കാൻ സാധിക്കും? ഇത് ഗ്ലോബലായിട്ട് അങ്ങ് വൈറലാവുക. അതാണ് ഇന്ത്യ നാണം കെടുത്തുകയാണ്. ആലോചിച്ച് നോക്കുക, ഒരു 2 മാസം മുമ്പ് ഉത്തർപ്രദേശിൽ ലക്നോയ്ക്കടുത്ത് ഒരു ദളിത് ഒരു അമ്പലത്തിൽ പോയി. അയാൾക്ക് അമ്പലത്തിൽ പോയി കാരണം കയറി വളരെ സ്റ്റെയർ കേസ് കഴിഞ്ഞിട്ട് ഒരു ദളിതാണ്, ബാക്ക്വേർഡ് ക്ലാസ് ആണ്. അപ്പം അദ്ദേഹത്തിന് മൂത്രമൊഴിക്കുന്ന രീതിയിലോട്ടായി, ബ്ലാഡർ ഫില്ലായി. അയാൾ അറിയാതെ മൂത്രമൊഴിച്ചു. പിന്നീടുണ്ടായ സംഭവം നിങ്ങൾക്കറിയോ? ആ അമ്പലവുമായി ചേർന്ന് നടക്കുന്ന അപ്പർ കാസ്റ്റുകാരൻ, ഈ പാപം പിടിച്ച ദളിത്, അയാളെ കൊണ്ട് ആ മൂത്രം അയാളെ കൊണ്ട് നക്കിപ്പിച്ചു. ഇതാണ് നമ്മൾ ഈ പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ. നാണം വേണം നമ്മളിത് പറയാൻ. ഇതും ലോകം അറിഞ്ഞു. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞ നായിക്ക്, അതായത് ഒറീസയിലുള്ള ആളും ഒരു ലോവർ ബാക്ക്വേർഡ് ക്ലാസ് ആണ്. ഈ പറയുന്ന ലക്നൌവിലുണ്ടായിരുന്ന ആ ദളിത് ലോവർ കാസ്റ്റുകാരനാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇവരാരെല്ലാം അപ്പർ കാസ്റ്റ് ആവുകയാണെങ്കിൽ ഇവരെ ഇത് ചെയ്യുമായിരുന്നു. ഒരിക്കലും ചെയ്യത്തില്ല, പേടിയാ. കാരണം അപ്പർ കാസ്റ്റുകാരന് എത്രയോ പേര് ക്രിസ്ത്യാനികളുണ്ട് ഇന്ത്യയിൽ, എത്രയോ ഹൈലി വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഫാമിലി എന്നുള്ള
ബ്രാഹ്മിൺസ് കൺവേർട്ട് ചെയ്തിട്ട് എത്രയോ പേര് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അവിടെ ഒന്നും കയറി കളിക്കുക, അവിടെ കയറി കളിച്ച് അടി കിട്ടുമെന്നറിയാം. അതായത് ലോവർ കാസ്റ്റിൻ്റെ അടുത്ത് എന്തും നടക്കും ഇന്ത്യയിൽ. അതാണ് ഇത്രമാത്രം കാസ്റ്റിസം, അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു 50 വർഷം കഴിഞ്ഞാലും 60 വർഷം കഴിഞ്ഞാലും ഈ കാസ്റ്റിസം മാറാതെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഡെവലപ്പ് ചെയ്യുകയില്ല. അല്ലെങ്കിൽ ഇതേപോലെ ഇവർ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യും. അല്ലാതെ കാസ്റ്റിസം ഉള്ളിടത്തോളം കാലം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഡെവലപ്പ് ചെയ്യത്തില്ല. കൃത്യമായിട്ടങ്ങ് പറയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ലോകം മുഴുവനും അറിയുന്നത്. അതായത് ഇന്ത്യക്കാരൻ, ഡിജിറ്റൽ ഇന്ത്യക്കാരൻ ചെയ്യുന്നത് ഒരു വരുന്ന ഒരാളെ, അതായത് ഏതെങ്കിലും ഒരാളെ, അയാൾക്ക് 100ഓളം വഴിയുണ്ട് അയാളെ തടയുവാൻ, 100ഓളം ഓപ്ഷനുണ്ട്. അതൊന്നുമല്ല പ്രശ്നം. ചാണകം തീറ്റിക്കുക, മൂത്രം കുടിക്കുക, എന്നിട്ടത് കയ്യിലിരിക്കുന്ന മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇടുക. ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ മഹാരാജ്യത്തിൻ്റെ മഹാപാപം എന്ന് പറയുന്നത്. അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇന്ത്യയിലെ ചില കൂട്ടരുണ്ട്, ചില മലയാളികളുമുണ്ട്. അവരെന്തോ പറയുന്നൊരു ഭയങ്കര സനാതനമാണ് ഈ സംഭവം. ഇതിനകത്ത് എവിടെയാണ് ഈ സനാതനത്തിൽ ഇത് പറയുന്നത്? ഇത്ര ക്രൂരമായിട്ട് മനുഷ്യനെ അറ്റാക്ക് ചെയ്യണം, അവനെ അതേപോലെ തന്നെ പഠിപ്പിച്ചെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അവനെ ഇതേപോലെ ക്രൂരമായിട്ട് അവനെ ചാണകം തീറ്റിക്കുക, അത് തീറ്റിക്കുക അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അതിനെപ്പോലും നല്ല രീതി കണ്ടം ചെയ്യാൻ വേണ്ടി ഈ ഭരിക്കുന്ന പാർട്ടിയും അതിൻ്റെ നേതാക്കളും തയ്യാറാകുന്നില്ല. ഇതാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശാപം, ഇന്ത്യയുടെ യഥാർത്ഥ കേസാണ്. ഇത് പറയുമ്പോൾ രാജ്യദ്രോഹിയല്ല, രാജ്യസ്നേഹിയാണ്. ഇതിനെ അനുകൂലിക്കുന്നവനാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹി. അവനെയാണ് പുറം കാലുകൊണ്ട് ചവിട്ടി ഓടിക്കേണ്ടത്. അതായത് മനുഷ്യനെ പോലും ഒരുമിച്ച് കാണാൻ തയ്യാറാകാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുത്ത് അവരെ പ്രൊപ്പഗേറ്റ് ചെയ്ത് മനുഷ്യനെ ക്രൂരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന, അമ്പലത്തിൽ പോകുന്നവൻ അറിയാതെ മൂത്രം ഒഴിച്ചു, അത് അമ്പലത്തിലുമല്ല അതിൻ്റെ സ്റ്റെയർ കേസിൽ വെച്ച് കഴിഞ്ഞാൽ ആ മൂത്രം കുടിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ, അവനെയാണ് ഈ രാജ്യത്തു നിന്നും പുറത്താക്കേണ്ടത്. അതായത് ചാണകം തീറ്റിക്കാൻ ശ്രമിക്കുന്നു, അവനെയാണ് ഈ രാജ്യത്തു നിന്നും പുറത്താക്കേണ്ടത്. അതാണ് രാജ്യധർമ്മം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചുകൊണ്ട ഗോഡ്സെ ഇവിടുത്തെ ആരാധ്യ പുരുഷനായി മാറി. ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനെയാണ് ലോകത്ത് വിളമ്പാൻ പോകുമ്പോഴാണ് പല ആൾക്കാരും ചോദിക്കുന്നത്, ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഏറ്റവും മോശമായ ഒരു രാജ്യമാണ്, അതായത് ഡേർട്ടി രാജ്യമാണ്. ആ രാജ്യത്ത് പോയി പറയുന്നത് മനസ്സിലാക്കുക. കഴിഞ്ഞ കാലയളവിൽ ഇന്ത്യയിൽ വരുന്നവരുടെ എണ്ണം കുറഞ്ഞു. കാരണം എല്ലായിടത്തും സ്റ്റേറ്റിലും അവിടെ ഇവിടെയൊക്കെ അങ്ങ് പ്രശ്നമാണ്. ഇത് ഗ്ലോബലായിട്ട് ഡിജിറ്റലി പോവുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയുടെ മഹാത്മ്യം, ഇന്ത്യയുടെ കുടച്ചക്രം എന്നൊക്കെ പറയുമ്പോൾ ലോകത്താരും വിശ്വസിക്കത്തില്ല. ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കാർ വിദേശത്ത്, അത് വിദേശത്ത് ജോലി ചെയ്യുന്നവരും അവിടെ ബിസിനസ്സൊക്കെ നടത്തി ഫാമിലി ആയിട്ട് ജീവിക്കുന്നവനെ ഇത് ബാധിക്കും. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേപോലെ ചോദിക്കട്ടെ, ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ഇതേപോലെയുള്ള ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ഇന്ത്യയിലെ ഹിന്ദു സന്യാസിമാർക്ക് ഈ ബീഫിൻ്റെ ഇറച്ചി നിർബന്ധിച്ച് കഴിക്കാൻ പറഞ്ഞാൽ അവർ കഴിക്കൂ. ഇതാണ് സംഭവം. അതിനേക്കാളും എത്രയോ മോശമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പം അതിനെതിരെ പോലും പ്രതികരിക്കുവാൻ ഭരിക്കുന്ന പാർട്ടി അവരുടെ സംഘടനയ്ക്കും കഴിയുന്നില്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കാർക്ക് വീട്ടിൽ ഇരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്ത്യൻ ഭരണഘടനയെ മുഴുവന് കീറി മുറിക്കാൻ പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വരാനുള്ള സമയത്ത് ഇന്ത്യക്ക് പൊട്ടൻഷ്യൽ ത്രട്ട് ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ടാകും. ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ലോകത്ത് ഈ പറയുന്നു ലോകം മുഴുവനും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യക്കാർക്ക് ലോകത്തെവിടെയും പോകാത്ത സ്ഥിതി ഉണ്ടാകും. ഇതിലേക്കാണ് ഫർദർ പോകുന്നത്. ഇത് തടഞ്ഞില്ല എങ്കിൽ ഒരു കാര്യം കൃത്യമായിട്ടും പറയാം, ഈ പോക്ക് നമ്മൾ തടഞ്ഞില്ല എങ്കിൽ നമ്മുടെ അവസാനത്തിലോട്ട് പോവുകയാണ്. അതായത് ഇന്ത്യ എന്ന മഹാരാജ്യം, ആ ഒരു രാജ്യം മഹാരാജ്യം എന്ന് മാറിയിട്ട് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട രാജ്യമാകാൻ പോകുന്നു. അതിൻ്റെ സൂചനകളാണ് ഒരു പാവം പിടിച്ചവനെ ചാണകം തിന്നിപ്പിക്കുക, ഒരാളെ മൂത്രം കുടിപ്പിക്കുക. ഇതൊന്നും അക്സെപ്റ്റബിൾ അല്ല. ഈ രീതിയിൽ പോകുന്ന ഇന്ത്യ ഒരിക്കലും ഇന്ത്യൻ ഫൗണ്ടേഷൻ, അതായത് ഇന്ത്യയുടെ പൂർവികന്മാർ എന്താണ് ഇന്ത്യ ഉദ്ദേശിച്ചത്
അതിന് നേരെ വിപരീതമായ ഇന്ത്യ ഉണ്ടാകുന്നു. ആ ഇന്ത്യ അതിങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്തുള്ളൊരു കാര്യം പറയുന്നു. ആ ഒരു ഇന്ത്യ വരുന്നതോടുകൂടി ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഇല്ലാതാകുന്നു, ഭാരതം ഇല്ലാതാകുന്നു. ഛിദ്രമായ അതായത് പണ്ട് പല രാജാക്കന്മാരും തമ്മിലടിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്നൊരു ഇന്ത്യയുണ്ട്. അതിനേക്കാളും കഷ്ടമായിട്ട് പഴയ രീതിയിലോട്ട് തിരിച്ചു പോകുന്ന ഇന്ത്യ, നശിക്കുന്ന ഇന്ത്യയാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഓരോ വിഷയങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഇത് തടഞ്ഞില്ല എങ്കിൽ ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും തന്നെയാണ് ലോകത്തപമാനവും. ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് പോലും മനസമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറും.